അതേ പെരുന്നാളുകളിൽ ആഘോഷങ്ങളിൽ നബിതങ്ങൾ നമുക്ക് ഓതി കേൾപ്പിച്ച സൂറത്താകട്ടെ, അത് അല്ലാഹുവിന്റെ റസൂലിന് വലിയ സന്തോഷം പകർന്ന സൂറത്താണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോ ആയത്ത് വരുമ്പോൾ സൗകര്യം പോലെ വിശദീകരിച്ചു കൊള്ളാം. നിങ്ങൾ കണ്ടില്ലേ, സനുഖരിയുക ഫലാ തൻസാ. നബിയെ തങ്ങൾ മറന്നു പോകൂല, തങ്ങൾക്ക് നമ്മളെ ഓതിത്തരും, തങ്ങൾ മറന്നു പോകൂല. തങ്ങളതാ അധ്വാനിച്ച് പ്രവർത്തിച്ച് ഉത്ബോധനം നടത്തിക്കോ നബിയെ. സയസ്തക്കറു മൻ യഖ്ശാ. കുറേ ആളുകൾ നന്നാകും നബിയെ, ഉത്ബോധനം കൊണ്ട് ഫലം കിട്ടും നബിയെ. ഇങ്ങനെ തുടങ്ങി നബി തങ്ങൾക്ക് വലിയ സന്തോഷമറിയിക്കുന്ന ഒരുപാട് ആയത്തുകൾ ഈ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന സൂറത്തിൽ നമുക്ക് കാണാനുണ്ട്, പഠിക്കാനുണ്ട്. ആ സൂറത്ത് അതുകൊണ്ട് തന്നെ നബി തങ്ങൾക്ക് വലിയ താല്പര്യമുള്ള സൂറത്താണെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ നബി തങ്ങൾക്ക് വലിയ മഹബ്ബത്തുള്ള വലിയ സ്നേഹമുള്ള സൂറത്താണ്. സുഹൃത്തുക്കളെ, ഇനിയും അവിടെ വേറെ കുറേ കാര്യങ്ങളുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു മാസം പറഞ്ഞാൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ മാത്രം തീരൂല. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. എല്ലാവർക്കും അറിയാം, മുസ്ഹഫ് മറിച്ചു നോക്കിയാൽ ആദ്യം കാണുന്ന സൂറത്തുൽ ഫാത്തിഹ, അവസാനം കാണുന്ന ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. സുഹൃത്തുക്കളെ, പക്ഷേ ഖുർആൻ ഇറങ്ങിയത് അങ്ങനെയല്ല. അത് ലൗഹുൽ മഹ്ഫൂദിലുള്ള ഒരു തർതീബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ ഏത് സൂറത്ത് ആദ്യം എഴുതി വെക്കണം, പിന്നെ അതിന്റെ ശേഷം എഴുതി വെക്കണം എന്ന തർതീബ് വഴിക്ക് വഴി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് സഹാബത്ത് എഴുതി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ തുടക്കമാണ്. അതിന് ചില രഹസ്യങ്ങളുണ്ട്, പല കാരണങ്ങളുമുണ്ട്, അതിപ്പോ പറയാൻ സമയമില്ല. സൂറത്തുൽ ഫാത്തിഹ മാത്രം 7 ആയത്ത് 7 ദിവസം ഞാൻ പ്രസംഗിച്ച CD ഉണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മാത്രം ഞാൻ ഒരു ദിവസം പ്രസംഗിച്ച CD ഉണ്ട്, അതും നിങ്ങൾക്ക് കിട്ടുമ്പോൾ കേൾക്കാം. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കൂ, ആ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് പറയുന്ന സൂറത്തിന്റെ തുടക്കം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ള മനുഷ്യരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടുകൊണ്ട് ഒരു പർവ്വതത്തിന്റെ മേലെ അവിടെ കയറിയെത്താൻ തന്നെ വലിയ പ്രയാസമാണ്. മക്കയിൽ പോയവർക്കറിയാം, ജബലുൻ നൂറിന്റെ മേലെയുള്ള ഗുഹ കയറിയെത്താൻ വലിയ പ്രയാസമാണ്. പക്ഷേ പ്രയാസങ്ങൾ തരണം ചെയ്യാതെ ഒരു മനുഷ്യരും ഒന്നും നേടിയെടുക്കാൻ കഴിയില്ലല്ലോ. അതിനെല്ലാം വലിയ മാതൃകയുള്ള നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ആ പർവ്വതത്തിന്റെ മേലെ പോയി ഇരുന്ന് ഒറ്റക്ക് പടച്ച റബ്ബിനെ ഇബാദത്ത് എടുക്കുകയാണ്. ഉമ്മമാരെ, അതേ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ അവിടുത്തെ ഭാര്യയാണ്. ആ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്, സഹകരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇത് നുബുവ്വത്തിന്റെ അധികാരം കിട്ടിയതിന് ശേഷമല്ല, മറിച്ച് 40 വയസ്സ് പൂർത്തിയായി വരുമ്പോൾ അതേ അല്ലാഹു തആല വഹി അറിയിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ സ്വഭാവം അല്ല, സാധാരണ മഹത്വം അല്ല. അതുകൊണ്ടാണല്ലോ മക്കയിലുള്ള പലരും തമ്മാടിത്തം ചെയ്യുമ്പോ, മക്കയിലുള്ള പല ചെറുപ്പക്കാരും മദ്യപാനികളാകുമ്പോ, മക്കയിലുള്ള പലരും കൊള്ളിവെപ്പിന് പോകുമ്പോ, മക്കയിലുള്ള പലരും കലഹത്തിന് പോകുമ്പോ, വർഗീയത ഉണ്ടാക്കുമ്പോ, ഭീകരവാദം പ്രചരിപ്പിക്കുമ്പോ, മക്കയിലുള്ള പലരും അക്രമങ്ങളും യുദ്ധങ്ങളും പ്രയാസങ്ങളും വ്യഭിചാരങ്ങളും മദ്യപാനവും നടക്കുമ്പോ അതിലൊന്നും തന്നെ ഇറങ്ങിപ്പോകാതെ അതാ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ മോശമായ അന്തരീക്ഷത്തിലൊന്നും കുടുങ്ങാതെ കുട്ടിക്കാലം മുതലേ ഒരു ചെറിയ
ന്യൂനത പോലും ഏത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും ഏത് ഉപകരണം വെച്ച് നോക്കിയാലും ഒരു എതിരാളിക്കും കാണാൻ കഴിയാത്ത വിധം സംശുദ്ധമായ ജീവിതം നയിച്ച് അൽ അമീൻ അൽ അമീൻ ഏറ്റവും വലിയ ലോക പ്രശസ്ത വിശ്വസ്തനെന്ന് അപരനാമം ലഭിച്ച് ഏത് പ്രശ്നങ്ങളും അതാ പരിഹരിക്കുന്ന നിലക്ക് എന്തിനധികം പറയണം കഅബ ശരീഫിന്റെ മൂലയിലെ ഹജറുൽ അസ്വദ് ആരെടുത്തു വെക്കണമെന്ന രൂക്ഷമായ തർക്കം ഖുറൈശികൾക്കിടയിൽ സംഭവിച്ചപ്പോൾ അതിന് പരിഹാരത്തിന് വേണ്ടി പോലും ഖുറൈശികൾ തെരഞ്ഞെടുത്ത നേതാവ് ചെറുപ്പക്കാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലം മുതലേ വ്യത്യസ്തനാണ്. എന്തുകൊണ്ടും വ്യത്യസ്തനാണ്. ഹദീസിൽ കാണാം ഇന്നീല അഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ യുബഅസ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, എനിക്ക് നബുവത്ത് കിട്ടി മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള അധികാരം ലഭിച്ച് ഞാൻ രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടാൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ് എന്ന് നമ്മൾ സലാം പറയുന്നത് പോലെ അതാ അവിടുന്ന് പറയുന്നു, എന്നെ കാണുമ്പോൾ സലാം പറയുന്ന കല്ലുണ്ട്. ആ കല്ലിനെ എനിക്ക് നന്നായി അറിയാം. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, കല്ല് സലാം പറയുന്ന കുട്ടിക്കാലത്ത് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ നമ്മൾ കാണുന്നു. അപ്പൊ കുട്ടിക്കാലം മുതലേ കല്ലിനറിയാം ഇതൊരു സാധാരണ മനുഷ്യനല്ല, കല്ലിനറിയാം ഇതൊരു സാധാരണ നേതാവല്ല. നബുവത്ത് കിട്ടുന്നത് വരെ ഏതോ ഒരു പയ്യനും പിന്നീട് ഒരു നബിയും അങ്ങനെയല്ല. മറിച്ച് സുഹൃത്തുക്കളെ, അവിടുന്ന് ആത്മീയ ലോകത്ത് തന്നെ നബിയാണ്. അതേ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തി വരികയാണ്. അത് പറഞ്ഞാൽ എത്രയോ പറയാനുണ്ട്. ആ വിഷയം മാത്രം ഞാൻ പ്രസംഗിച്ച എത്രയോ ദശക്കണക്കിന് സീഡികളുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40ാമത്തെ വയസ്സ് വരെ ഏറ്റവും സംശുദ്ധമായ ജീവിതം നയിച്ച് 40ാമത്തെ വയസ്സിൽ പർവ്വതത്തിന്റെ മേലെ ഗുഹയിൽ പോയി ഒറ്റയ്ക്കിരുന്ന് അവിടെ വെച്ച് ഇബാദത്ത് എടുക്കുന്നതിനിടയിൽ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഇഖ്റ നബിയേ ഓതൂ എന്ന് അതാ ഒരു മലക്കൂത്തിയായ അഭൗതികമായ പലക കാണിച്ചു കൊടുത്തിട്ട് ഓതിക്കോളൂ എന്ന് വായിക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ ഓത്ത് പഠിച്ചിട്ടുള്ള വായന പഠിച്ചിട്ടുള്ള ആളല്ല, ഞാൻ വായിച്ചു പഠിച്ച ആളല്ല എന്ന നിലക്ക് അവിടുത്തെ കഴിവുകേട് പറയുമ്പോ അതേ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഒന്നണച്ചു കൂട്ടിയിട്ട് മലക്കുമായി ബന്ധപ്പെടാനുള്ള കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർജിക്കാൻ വേണ്ടി മലക്കിന്റെ ശരീരവുമായി ശരീരത്തെ ഒന്നണച്ചു കൂട്ടുന്നു. അതെ, നമുക്കറിയാം, ഇരുമ്പിന് മൂർച്ചം കൂട്ടാൻ വേണ്ടി മറ്റൊരു ഇരുമ്പിന്റെ ആയുധം തന്നെ വെച്ചിട്ട് ഒന്ന് ഉരസിയാൽ ഇരുമ്പിന് മൂർച്ചം കൂടുന്നത് നമ്മൾ കാണാറുണ്ട്. തീപ്പെട്ടി കൊള്ളിയെടുത്തിട്ട് തീപ്പെട്ടിയുടെ ഒരു സൈഡിൽ മരുന്നുള്ള സ്ഥലത്ത് ഉരസിയാൽ അവിടെ കത്തുന്നത് നമ്മൾ കാണാറുണ്ട്. സുഹൃത്തുക്കളെ, ആത്മീയ നേതാക്കന്മാര് തമ്മിലുള്ള ബന്ധങ്ങൾ കൊണ്ട് ആത്മീയമായ പവർ വർദ്ധിക്കുമെന്നതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇരിക്കട്ടെ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 2-3 തവണ ആവർത്തിച്ച് അതാ അണച്ചു കൂട്ടി വിട്ടതിന് ശേഷം അതാ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ വായിച്ചോളൂ, ഓതിക്കോളൂ, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഓ നബിയെ, തങ്ങൾ വായിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ വായന പഠിച്ചിട്ടില്ല. പക്ഷേ ഈ വായന ഏത് വായനയാണ്?
ബിസ്മി റബ്ബിക് തങ്ങളെ പോറ്റി വളർത്തി ഉന്നത സ്ഥാനത്തെത്തിക്കുന്ന അങ്ങേ ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും ശാരീരിക രംഗത്തും മാനസിക രംഗത്തും എല്ലാം വളർത്തി പോറ്റി വളർത്തുന്ന നാഥൻ, ആ നാഥന്റെ പേര് കൊണ്ട് ബറക്കത്തെടുത്ത് ആ നാഥന്റെ പേരുച്ചരിച്ചുകൊണ്ട് ആ നാഥനെ ഓർമ്മിച്ചുകൊണ്ട് ഇവിടുന്ന് വായിച്ചോളൂ നബിയേ. ഭയപ്പെടേണ്ടതില്ല, ആ റബ്ബിനെ ആസ്പദമാക്കിയവൻ, ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചവൻ, ആ റബ്ബിനെ പുകഴ്ത്തി പറയുന്നവൻ, ആ റബ്ബിന്റെ പേര് കൊണ്ട് തുടങ്ങി വിഷയം ആരംഭിക്കുന്നവൻ അവനൊരിക്കലും പരാജയപ്പെടൂല. അവനെന്തിന് കഴിവ് വേണം, എന്തറിവ് വേണം, എന്ത് സ്ഥാനം വേണം, അതൊക്കെ കൊടുക്കാൻ അധിപനായ രാജാവിന് കഴിവുണ്ടല്ലോ. അതുകൊണ്ടാണ് തുടക്കം തന്നെ എങ്ങനത്തെ റബ്ബ്, എങ്ങനത്തെ റബ്ബ് അവൻ പോറ്റി വളർത്തി ഉയർത്തുന്നവനാണ്. അവൻ ഇല്ലായ്മയിൽ നിന്ന് എല്ലാറ്റിനെയും ഉണ്ടാക്കുന്നവനാണ്. ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും അറിവിനെയും കഴിവിനെയും എല്ലാം അവൻ ഉണ്ടാക്കുന്നതല്ലാതെ, അവൻ സൃഷ്ടിക്കുന്നതല്ലാതെ ഇവിടെ ആർക്കാണുള്ളത്, എന്താണുള്ളത്? അതുകൊണ്ട് സൃഷ്ടാവല്ലേ അവൻ, അവരില്ലാത്തതിനെ ഉണ്ടാക്കുന്ന രാജാവല്ലേ. ആ രാജാവിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് വായിക്കൂ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മനുഷ്യനെ ഒട്ടിപ്പിടിക്കുന്ന വളരെ മ്ലേച്ഛമായ ഒരു ചെറിയ വസ്തുവിൽ നിന്ന് സൃഷ്ടിച്ചു ഉന്നത സ്ഥാനത്തേക്ക് എത്തിച്ചവനല്ലേ അവൻ. ഖലഖൽ ഇൻസാന മിൻ അലം. ഇഖ്റ നബിയെ വായിച്ചോളൂ, ഭയപ്പെടണ്ട. ഇഖ്റ വറബ്ബുകൽ അക്രം. അങ്ങയുടെ നാഥൻ ഏറ്റവും വലിയ മഹോന്നതനാണ്. അവനതാ ഏറ്റവും നന്നായി ഏറ്റവും കൊടുക്കുന്ന രാജാവാണ്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബാണത്. ആര്? ഞാനൊരു ഗുരുനാഥനിൽ നിന്ന് പഠിച്ചിട്ടില്ലല്ലോ, ഞാനൊരു പുസ്തകം വായിച്ചിട്ടില്ലല്ലോ, ഞാനൊരു ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. അതല്ലേ തങ്ങൾക്ക് വായിക്കാൻ തങ്ങൾക്ക് അതാ മനസ്സ് വരാത്തതിന്റെ കാരണം. അപ്പോൾ തങ്ങൾക്ക് അത് പഠിപ്പിക്കാൻ ഒരു ഗുരുനാഥൻ കഴിഞ്ഞു പോയിട്ടില്ല എന്നതല്ലേ പ്രശ്നം. അതിന് തങ്ങൾ എന്തിന് ഭയപ്പെടണം? ഇവിടെ പഠിച്ചവരോട് നിങ്ങളൊന്ന് ചോദിക്കൂ, പഠിച്ച ഏതെങ്കിലും ഒരു മനുഷ്യനെ വിളിക്കൂ, അവനോട് ചോദിക്കൂ അവനെ ആര് പഠിപ്പിച്ചു. എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കും എന്റെ ഉസ്താദ് പഠിപ്പിച്ചു. രണ്ടാമത് ആ ഉസ്താദിനെ ആര് പഠിപ്പിച്ചു? അദ്ദേഹത്തിന്റെ ഉസ്താദ് പഠിപ്പിച്ചു. ആ ടീച്ചറെ ആര് പഠിപ്പിച്ചു? അദ്ദേഹത്തിന്റെ ടീച്ചർ പഠിപ്പിച്ചു. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് ചോദ്യം അങ്ങ് തുടർന്നോളൂ, ആ ചോദ്യം അങ്ങ് തുടർന്നോളൂ. ഓരോരുത്തരും അവനവന്റെ ടീച്ചർ എന്ന് പറഞ്ഞ് അവസാനം ചോദിക്കുന്നു, അങ്ങേ തലക്കുള്ള മനുഷ്യനെ ആര് പഠിപ്പിച്ചു? അങ്ങേ തലക്കുള്ള മനുഷ്യനെ ആര് പഠിപ്പിച്ചു? അതിന്റെ മറുപടി പറയൂ, ഏത് ടീച്ചറാ പഠിപ്പിച്ചത്? അവിടെ എത്തുമ്പോൾ മനുഷ്യന് ടീച്ചറെ കാണിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ ആര് പഠിപ്പിച്ചു? അതാണ് ഖുർആൻ അവിടെ സൂചിപ്പിച്ചത്. അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യവർഗത്തെ തന്നെ അറിയാത്തത് പഠിപ്പിച്ച, ഒന്നാമത് നീ പഠിപ്പിച്ച ആ പഠിപ്പിച്ച ക്രെഡിറ്റ് ഉള്ളത് ആർക്കാണ്? അത് പടച്ച റബ്ബിനാണ്. അതുകൊണ്ട് നബിയേ ശാരീരിക ലോകത്തുള്ള മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ച റബ്ബ്, മനുഷ്യവർഗത്തെ തന്നെ പഠിപ്പിക്കുന്ന റബ്ബ്, ആത്മീയ ലോകത്തുള്ള ബാപ്പയായ അങ്ങയ്ക്ക് എന്തെല്ലാം അറിവുകൾ നൽകേണ്ടതുണ്ടോ, നൽകുന്നുണ്ടോ? നബിക്ക് കൊടുത്തത് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുത്തത് മാത്രമല്ല, സർവ്വ അമ്പിയാക്കൾക്കും കൊടുത്തത് മാത്രമല്ല, ഫതന്നബീന ഫീ
خلق وفي خلق ولم يدعنه في علم ولا كرم എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലണം മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഓ സുഹൃത്തുക്കളേ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെയും പേരും ഉപകാരവും സർവ്വ ഭാഷയിലും പഠിപ്പിക്കപ്പെട്ട നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം ഈ ഭൂമിയിലിരുന്നിട്ട് ആകാശലോകം നോക്കിയിട്ട് സർവ്വ വിഷയങ്ങളും പറഞ്ഞ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കദാലിക നബി ഇബ്രാഹിം മലകൂത السماوات والارض وليكون من الموقنين ഖുർആനിലെ ഗോളശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള മുഴുവൻ അറിവും ഇബ്രാഹിം നബിക്ക് കൊടുത്തു എന്ന് പറഞ്ഞത് ഓ സുഹൃത്തുക്കളെ നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച സാധനം എന്താണെന്ന് ഞാൻ ഇവിടെ ഇരുന്നിട്ട് അങ്ങ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. എല്ലാവർക്കും ഇരിക്കാം. ഓ സുഹൃത്തുക്കളെ ഖുർആനല്ലേ പറഞ്ഞത് വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. നബിയെ തങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവൻ അറിവുകളും എല്ലാ അറിവുകളും അല്ലാഹു തങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തേക്ക് തന്ന തരൽ ഒരു സാധാരണ തരലല്ല, അത് മഹത്തായ ഔദാര്യമായ ബഹുമാനമാണ്. അങ്ങനെ ഏത് വിഷയം നോക്കിയാലും അതേ വല്ലാത്ത അറിവുള്ള മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. മുസ്ലിമീങ്ങൾ അന്ധവിശ്വാസികളല്ല, മുസ്ലിമീങ്ങൾ സത്യവിശ്വാസികളാണ്. തലശ്ശേരിയിൽ നിന്ന് തഹജ്ജുദിന്റെ സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅ്മിനായ പുരുഷനും മുഅ്മിനാതായ സ്ത്രീയും മദീനയിൽ കിടക്കുന്ന ഒരു നേതാവിനെ വിളിച്ച് സലാം പറയുന്നു. അതേ സമയത്ത് ളുഹാ നിസ്കരിക്കുകയാണ് അമേരിക്കയിൽ. അതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് സുബ്ഹിയാണ്, വേറൊരു സ്ഥലത്ത് ഇശാ ആണ്, വേറൊരു സ്ഥലത്ത് മഗ്രിബാണ്, മറ്റൊരു സ്ഥലത്ത് അസ്റാണ്, വേറൊരു സ്ഥലത്ത് ദുഹ്റാണ്. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 5 കോണുകളിൽ 5 നേരത്തെ ഫർദ് നിസ്കാരവും കൂടെ തഹജ്ജുദ് ദുഹാ തുടങ്ങിയ സുന്നത്ത് നിസ്കാരങ്ങളും നടക്കുമ്പോൾ ഭൂമിയുടെ എത്രയോ കോണുകളിൽ നിന്ന് കോടിക്കണക്കായ അനുയായികൾ ഒരു നേതാവിനെ വിളിക്കുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയായവരെ അങ്ങേക്ക് സലാം. അതങ്ങ് പറയുമ്പോ അവിടുന്ന് ഈ ലോകത്തുള്ള മുഅ്മിനീങ്ങളെ പഠിപ്പിക്കുന്നു. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി അലൈഹിസ്സലാം. ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ നിന്ന് എന്റെ ഉമ്മത്തുകൾ എനിക്ക് സലാം പറയുന്നുണ്ടോ, ആ സലാം ഞാൻ മടക്കും. അത് മടക്കാനുള്ള കഴിവും ശക്തിയും റൂഹും എനിക്കല്ല തന്നിട്ടുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് സ്വീകാര്യയോഗ്യമല്ലേ സുഹൃത്തുക്കളെ? ആ മഹത്തായ ഹദീസിൽ പഠിപ്പിച്ചതുപോലെ അനുയായികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആശംസ പറയുമ്പോൾ അത് കേൾക്കുകയും മടക്കുകയും ചെയ്യാനുള്ള അറിവും കഴിവും കിട്ടിയ നേതാവ്, ആ നേതാവിന്റെ വിവരം ഞാൻ പറയണോ? ലോകത്തൊരു നബിക്കും കിട്ടിയിട്ടില്ല, ഒരു ശാസ്ത്രജ്ഞനും കിട്ടിയിട്ടില്ല. ഏത് പരിമണ്ഡലത്തിൽ ഏത് ശാസ്ത്രജ്ഞൻ പോയാലും അതേ പോയിട്ട് അതിനൊക്കെ പരിധികൾ പറയുന്നില്ലേ? അതേ സമയത്ത് സുഹൃത്തുക്കളെ, അതേ വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ
ജന്നത്തുൽ മഅ്വാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഗൽ ബസറു വമാ തഗാ. സർവോപരിമണ്ഡലങ്ങളെയും മറികടന്നുകൊണ്ട് സിദ്റത്തുൽ മുൻതഹായുടെ അപ്പുറത്തുമെല്ലാം പോകാൻ അല്ലാഹു തആല അറിവും കഴിവും കൊടുത്തൊരു നേതാവ്, തുല്യതയില്ലാത്ത നേതാവ്. മുനസ്സഖുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി തമത്തഅത്ഹു النصارى في نبيهم وكن بما شئت مدحا فيه واحتكمي. തുല്യതയില്ലാത്ത നേതാവ് ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സമാധാനിപ്പിക്കുകയാണ്. തങ്ങൾ ഓതാൻ മടിക്കണ്ട, വായിക്കാൻ മടിക്കണ്ട, വായിക്കാൻ ഭയപ്പെടണ്ട. അവിടുന്ന് ഒരു ഗുരുനാഥനിൽ നിന്ന് പഠിക്കേണ്ടതില്ല, ഒരു പുസ്തകവും മുമ്പ് വായിക്കേണ്ടതില്ല. അറിയാത്തത് മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്ത റബ്ബാണത്. ആ റബ്ബ് വല്ലാത്ത ഔദാര്യമുള്ള നാഥനാണത്. ആ നാഥന്റെ പേരുച്ചരിച്ചുകൊണ്ട് വായിച്ചോളൂ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി ഇറങ്ങിയ ആയത്തിൽ തന്നെ അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല സമാധാനിപ്പിച്ചുകൊണ്ട് ധൈര്യം പകർന്നു കൊടുത്തില്ലേ? പടച്ചവന്റെ മഹത്വം സൂചിപ്പിച്ചില്ലേ? അവൻ സത്താവാണെന്ന് പരിചയപ്പെടുത്തിയില്ലേ? അവൻ റബ്ബാണെന്ന് പരിചയപ്പെടുത്തിയില്ലേ? അവിടെ അതാ ഓ നബിയെ അങ്ങയുടെ റബ്ബ്, താങ്കളുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റബ്ബിന്റെ അടിമയെന്ന ആ അടിമയുടെ റബ്ബ് എന്ന മഹത്വം അല്ലാഹുവിനും ആ റബ്ബിന്റെ അടിമ എന്ന മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഖുർആൻ പരിചയപ്പെടുത്തിയില്ലേ? എന്നാൽ ആ ഓതിക്കൊടുക്കുന്ന ഖുർആൻ മറന്നു പോകുമോ എന്ന ഒരു ചെറിയ ഭയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരൽപ്പം പ്രയാസപ്പെട്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുക്കുന്ന സമയത്ത് അതൊന്ന് മനഃപ്പാഠമാക്കാൻ വേണ്ടി അവിടുന്ന് ചുണ്ടനക്ക് പ്രയാസപ്പെടാറുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അതാ പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല ഓ നബിയേ തങ്ങളതാ അവിടുത്തെ നാവനക്ക് ബുദ്ധിമുട്ടേണ്ടതില്ല. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, അത് തങ്ങളുടെ മനസ്സിൽ സംഘടിപ്പിച്ച് അത് ഓതാനുള്ള കഴിവ് നബിയേ തങ്ങൾക്ക് നമ്മൾ തരുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ മറ്റൊരു ഭാഷയാണ് സനുഖരിയുക ഫലാ തൻസാ. നബിയേ തങ്ങൾക്ക് നമ്മൾ ഓതിത്തരും, തങ്ങൾ മറക്കൂല. ആ വലിയ സന്തോഷം പറഞ്ഞ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ താല്പര്യമുള്ള സൂറത്ത്. ഈ സൂറത്ത് ഏറ്റവും പറയാൻ അർഹതപ്പെട്ടത് മുഅ്മിനീങ്ങളെ മനസ്സുകൾ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിൽ കുളിർമ കൊള്ളുമ്പോഴല്ലേ. അതുകൊണ്ടാണ് സബ്ബിഹിസ്മ റബ്ബികൽ അഅ്ലാ എന്ന സൂറത്ത് ഈ റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ തലശ്ശേരിയിൽ സംസാരിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി സബ്ബിഹിസ്മ റബ്ബികൽ അഅ്ലാ അതിന്റെ വിഷയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബിഹിസ്മ റബ്ബികൽ അഅ്ലാ സബ്ബിഹിസ്മ റബ്ബികൽ അഅ്ലാ എന്ന് കേൾക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറയൽ സുന്നത്തുണ്ട്. ഒരു മസ്അല, ഒരു നിയമം, ഒരു പുണ്യകർമ്മം നമ്മൾ പഠിക്കും. സാധാരണ നമ്മൾ കേൾക്കുന്നതാണല്ലോ വെള്ളിയാഴ്ച ദിവസം സബ്ബിഹിസ്മ റബ്ബികൽ അഅ്ലാ. അത് കേൾക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറയൽ സുന്നത്ത്. എന്താണ് ആ വാക്കിന്റെ ചുരുക്കസാരം? 1000 ദിവസം എന്ന് പറഞ്ഞാൽ അവരൊറ്റ ആയത്ത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല.
പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു പരിഭാഷ വായിച്ചോ നിഘണ്ടു വെച്ചോ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഗ്രന്ഥമല്ല. البحر في مددي وفوق جوهره في الحسن والقيام. تلك مدينة صلاة مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പരിശുദ്ധ ഖുർആനിന് അതാ അറബിക്കടലിലുള്ള തിരമാല പോലെ, മറ്റ് കടലുകളിലുള്ള തിരമാലകൾ പോലെ ഒന്നിനു മേലെ ഒന്നായി ഒന്നൊന്നായി ഒന്നിനു മേലെ ഒന്നായി അന്ത്യനാൾ വരെ പറഞ്ഞാൽ തീരാത്ത സാരാംശങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. അതിന്റെ പുറമേ കണ്ടാലെന്തൊരു ചന്തമാണ്, വില പറഞ്ഞാൽ വിലക്ക് വാങ്ങാൻ കഴിയൂല. അതുപോലുള്ള വൈരങ്ങളും മുത്തുകളുമില്ലേ, കടലിൽ നിന്ന് തന്നെ കിട്ടുന്ന വലിയ വലിയ വിലമതിക്കാത്ത കല്ലുകളില്ലേ. അതുപോലെ ഖുർആനിലെ ആശയങ്ങൾ, ആ ആശയം എത്ര ഗംഭീര്യമാണ്, എത്ര സമ്പുഷ്ടമാണ്, എത്ര സന്മനസ്സുള്ളവർക്ക് ഫലം ലഭിക്കുന്നതാണ്. അതേ, അത് കേൾക്കാനോ എന്തൊരു ശ്രവണമധുരമായ വാചകങ്ങളാണ്. ഖുർആനിന് തുല്യമായി ലോകത്തിന്നേ വരെ ഖുർആനിന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഖുർആനിന്റെ ഒരു വിരോധിക്കും ഇന്ന് വരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു ചെറിയ അധ്യായം പോലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലല്ലോ. ആ പരിശുദ്ധ ഖുർആൻ, അതിലുള്ള ഈ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്തിനെ കുറിച്ച് ഒരു ചുരുങ്ങിയ സമയം ഇന്ന് സംസാരിക്കുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ നമുക്ക് നാളെ സംസാരിക്കാം. ഓ സുഹൃത്തുക്കളെ, ഒരു തുടക്കം മാത്രം പറയുന്നു. ഓ സഹോദരന്മാരെ, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ. 3 ദിവസമാണ് ഇൻഷാ അല്ലാഹ് ഈ വർഷം ഇവിടെ പ്രഭാഷണം നടത്താൻ ഉദ്ദേശിച്ചത്. ഒരാഴ്ച മുമ്പ് ഞാൻ നാദാപുരത്ത് സൂറത്തുൽ ലുഖ്മാൻ 7 ദിവസം പ്രസംഗിച്ചു. തീർന്നിട്ടില്ല, പകുതിയായിട്ടുള്ളൂ. ബാക്കി പകുതി കുറ്റിയാടിയെന്ന് പറയാനാ പറഞ്ഞത്. എന്നാൽ മിനിഞ്ഞാന്നും അതിന്റെ തലേ ദിവസവും പയ്യോളിയിൽ സൂറത്തുൽ തകാസുർ, അൽഹാഖുമുത് തകാസുർ എന്ന സൂറത്ത് മാത്രം പ്രസംഗിച്ചു. അവിടെയും നിങ്ങളുടെ തലശ്ശേരി ഖാദി എന്റെ സ്റ്റേജിൽ പങ്കെടുക്കുന്നു. കാരണം അദ്ദേഹം ആ നാട്ടുകാരനാണ്. ഓ സഹോദരന്മാരെ, അവിടുന്ന് ഞാൻ ഈ പരിപാടിയിൽ ആദ്യം ക്ഷണിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഓരോ സൂറത്തുകളും ഓരോ ദിവസം അങ്ങനെ പല സൂറത്തുകളും സംസാരിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീൻ 7 ദിവസം, സൂറത്ത് അൽ മുഅ്മിനൂൻ അതിൽ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ 7 ദിവസം, സൂറത്തുൽ ഫുർഖാൻ മഹാന്മാരുടെ സവിശേഷതകൾ 7 ദിവസം. അതുപോലെ അർശിന്റെ തണൽ കിട്ടുന്ന 7 മഹാന്മാരെ സംബന്ധിച്ച് ഒരു ഹദീസിൽ പറഞ്ഞ ഒറ്റ ഹദീസ് 7 ദിവസം. അങ്ങനെ തുടങ്ങി സൂറത്തുൽ ഫാത്തിഹ 7 ദിവസം. ഇങ്ങനെ 7 ദിവസം നാദാപുരത്ത് സാധാരണയായി പ്രസംഗം സംഘടിപ്പിക്കാറുണ്ട്. തലശ്ശേരി ഞാൻ 20 ദിവസത്തോളം തുടർച്ചയായി ഓടത്തിൽ പള്ളിയിൽ ഏകദേശം 28 കൊല്ലം മുമ്പ് വഅദ് പറഞ്ഞു. 28 ദിവസം 7 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 ദിവസം 7
ഇപ്പൊ എന്റെ സദസ്സിലുള്ള പലരും അന്ന് ജനിക്കാത്തവരും കൂടി. ഈ സംഘാടകരിൽ പലരും ചിലപ്പോൾ അന്ന് ജനിക്കാത്ത കുട്ടികളായിരിക്കാം, അല്ലാത്തവരും. ഞാൻ പറഞ്ഞു വരുന്നത്, തലശ്ശേരിയിൽ കുറച്ച് ദിവസം തുടർച്ചയായി ഒരു പ്രഭാഷണം നടത്തണം എന്ന് ഞാൻ കുറെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെയാണ് ഇവിടെ 3 ദിവസം ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ തന്നെ അങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചു. ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അതിൽ കഠിനാധ്വാനം ചെയ്തു. അല്ലാഹു അവർക്കെല്ലാം അതിൽ സഹകരിക്കുന്നവർക്കും പങ്കെടുക്കുന്നവർക്കും എല്ലാം അല്ലാഹു ദുനിയാവും ആഖിറവും വിജയിപ്പിക്കുമാറാകട്ടെ. ഞാനിപ്പോൾ പറയാൻ കാരണം എല്ലാ വിഷയങ്ങളും കൊണ്ട് പറയാനൊന്നും കഴിയില്ല. അതുകൊണ്ട് 71 മണിക്കൂർ സമയത്തെ 35 ദിവസത്തെ പ്രസംഗം ഒരൊറ്റ ഒരു ചെറിയ ഒരു മെമ്മറി കാർഡിൽ 250 രൂപ അത് കാലി വാങ്ങാൻ തന്നെ ഏകദേശം അത്ര പൈസ കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ധാരാളം വിഷയങ്ങളിൽ പ്രസംഗിച്ച CD-കളും DVD-കളും അതിൽ 2-3 എണ്ണം ഞാൻ സൂചിപ്പിക്കുന്ന എല്ലാവരും വായിക്കണം. ഒന്ന്, അല്ലാഹു ആര്, ഇസ്ലാം എന്ത്. അല്ലാഹു ആര്, ഇസ്ലാം എന്ത് ഞാൻ പെരുമ്പാവൂരിൽ വെച്ച് പ്രസംഗിച്ച 3 മണിക്കൂറോളം നീണ്ടു നിന്ന പ്രസംഗമാണ്. മറ്റൊന്ന്, നാം എന്തിന് ഭിന്നിക്കണം, എല്ലാവരും കേൾക്കേണ്ട ഒരു പ്രസംഗമാണ്. മനുഷ്യർ എന്തിന് ഭിന്നിക്കണം, മുസ്ലിമും ഹിന്ദുവും എന്തിന് ഭിന്നിക്കണം, മതമുള്ളവരും ഇല്ലാത്തവരും എന്തിന് ഭിന്നിക്കണം, മനുഷ്യർ എന്തുകൊണ്ട് മാനവികതയെ മുൻനിർത്തി മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സർവ്വ മതക്കാർക്കും മതമില്ലാത്തവർക്കും എന്തുകൊണ്ട് മാനവികതയിൽ ഒന്നിച്ചുകൂടാ, നാം എന്തിന് ഭിന്നിക്കണം. ആ CD-യുടെ ഏകദേശം അരമണിക്കൂറോളം സമയം സർവ്വ വിഭാഗം ജനങ്ങളും ഐക്യത്തോടെ ജീവിക്കണം എന്ന് പറയാനുള്ളതാണ്. അതിനുശേഷമുള്ള ഭാഗം മുസ്ലിമീങ്ങൾ എന്തിന് ഭിന്നിക്കണം, മുസ്ലിമീങ്ങൾ എന്തിന് ഭിന്നിക്കണം, നമുക്ക് ഏകനായ ഒരു അല്ലാഹ്, ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ ഒരു കേന്ദ്രം കഅബ ശരീഫ്, നമുക്ക് നമ്മുടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരേ ഒരു ഭാഷ അറബി ഭാഷ. അങ്ങനെ നമുക്ക് അവലംബിക്കാൻ ഒരു നിലക്കും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത, ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത, എന്നെന്നും മുഅ്ജിസത്തായി നിലനിൽക്കുന്നു. قد كل معجزة من النبيين إذ جاءت ولم تدومي. കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് ഒരുപാട് മുഅ്ജിസത്തുകൾ, അസാധാരണ സംഭവങ്ങൾ, അവർ പ്രവാചകരാണെന്നതിന്റെ തെളിവ് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അന്നീ അഖ്ലുഖു ലക്കും മിനത് തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ് വഉബ്രിഉ ലക്കും വൽ അബ്റസ വഹിയൽ മൗതാ ബിഇദ്നില്ലാഹ് വഉനബ്ബിയുക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതിക്കും. ഓ ജനങ്ങളെ, കളിമണ്ണ് കൊണ്ട് പക്ഷി ഉണ്ടാക്കി ഞാൻ ഊതിയാൽ പടച്ചവന്റെ ഉത്തരവ് പ്രകാരം, പടച്ചവൻ തരുന്ന കഴിവുകൊണ്ട് അവന്റെ ഉദ്ദേശപ്രകാരം പക്ഷിയായി അത് പറന്നു പോകും. ഓ ജനങ്ങളെ, വെള്ളപ്പാണ്ട് രോഗം ഞാൻ സുഖപ്പെടുത്തി തരും, തുടക്കത്തിൽ ജനനത്തിലെയുള്ള അന്ധത ഞാൻ സുഖപ്പെടുത്തി തരും. അതൊന്നും എന്റെ കഴിവല്ല, എന്റെ റബ്ബ് എനിക്ക് തരുന്ന കഴിവാണ്. എന്തിനധികം പറയണം, വൗഹിയിൽ മൗതാ ബിഇദ്നില്ലാഹ്, ഞാൻ ചത്ത ജഗത്തെ ജീവനിടിച്ചു തരും, മരിച്ചുപോയവരെ ഹയാത്താക്കി തരും. അതേ പടച്ചവൻ അതിനൊക്കെ എനിക്ക് കഴിവ് തരുന്നുണ്ട് എന്ന് പറഞ്ഞ ഈസാ നബി അലൈഹിസ്സലാം, നിങ്ങൾ ഇനി എന്ത് തിന്നാൻ പോകുന്നു, നിങ്ങളെ വീട്ടിൽ വെച്ച് നിങ്ങൾ എന്ത് തിന്നു, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എന്ത് സൂക്ഷിച്ചു, ഇനി നിങ്ങൾ എന്ത് സൂക്ഷിക്കാൻ പോകുന്നു, അതേ നിങ്ങളെ വീട്ടിൽ നടക്കുന്ന മറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് പറഞ്ഞു തരുമെന്ന് ധൈര്യപൂർവ്വം ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആനിലില്ലേ. സുഹൃത്തുക്കളെ, അങ്ങനത്തെ എത്ര മുഅ്ജിസത്തുകളാണ് അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുത്തത്. പക്ഷേ ആ മുഅ്ജിസത്തുകളൊന്നും തന്നെ ഇന്നിവിടെ കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എത്രയോ മുഅ്ജിസത്തുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്, അത് അവിടുത്തെ സ്വഹാബത്ത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ
ഇന്നും നമ്മുടെ കൈവശത്തിൽ ഏത് എതിരാളിയെയും വെല്ലുവിളിക്കാനുള്ള ഒരേ ഒരു മൗജിദത്തല്ലേ, ഏത് ഇസ്ലാമിന്റെ ശത്രുവിനെയും ഏത് ഖുർആൻ വിരോധിയെയും വെല്ലുവിളിക്കാനുള്ള ഒരേ ഒരു മൗജിദത്ത് പരിശുദ്ധ ഈ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായ കൗസറിന്റെ വലിപ്പത്തിലെങ്കിലും ഇതുപോലെ ഒന്ന് അവതരിപ്പിക്കാൻ കഴിയുമോ? ഈ ചോദ്യത്തിന് ഇന്നേവരെ ഇസ്ലാമിന്റെ വിമർശകരിൽ നിന്ന് മറുപടി കിട്ടിയിട്ടില്ല. ഇസ്ലാം ആശയം കൊണ്ട് നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ്. ഇസ്ലാം ഭീകരവാദം കൊണ്ടോ തീവ്രവാദം കൊണ്ടോ അക്രമം കൊണ്ടോ നിലനിർത്തുന്ന പ്രസ്ഥാനമല്ല. ഇസ്ലാം സമാധാനത്തിന്റെ പ്രസ്ഥാനമാണ്. ഇസ്ലാം ആശയത്തിന്റെ നന്മ കൊണ്ട് നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ്. അതിന്റെ ആശയപരമായ വെല്ലുവിളി ഈ ഖുർആൻ പോലെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ ഖുർആനിലെ ഒരു അധ്യായം പോലെയെങ്കിലും കൊണ്ടുവരാൻ കഴിയോ? ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ സൂറത്തുകളുടെ തുടക്കത്തിലും ബിസ്മിയുണ്ട്. ഒരു സൂറത്തിന് മാത്രമില്ല. ആ സൂറത്താണ് സൂറത്തു തൗബ. ബറാഅത്തുൻ മിനല്ലാഹി തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്തിന് ബിസ്മിയില്ല. അതിന്റെ തുടക്കത്തിൽ ബിസ്മി ഓതാൻ പാടില്ല. ഹറാമാണോ കറാഹത്താണോ? പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമുണ്ട്. ഏതായാലും ബറാഅത്ത് സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ഓതാൻ പാടില്ല. ഇനി ആ സൂറത്തിന്റെ മധ്യത്തിൽ ചോദിക്കുകയാണെങ്കിലോ ബിസ്മി ഓതുന്നത് നല്ലതാണെന്ന് പറഞ്ഞവരുണ്ട്. അതേസമയത്ത് പാടില്ലെന്ന് പറഞ്ഞവരുമുണ്ട്. കറാഹത്താണെന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്. അതുകൊണ്ട് ബിസ്മി ഓതേണ്ടതില്ല. അതിന്റെ സൂറത്തിന്റെ മധ്യത്തിൽ ഓതുമ്പോഴും ഓതേണ്ടതില്ല. അതേസമയത്ത് പറയട്ടെ, ബാക്കിയുള്ള മുഴുവൻ സൂറത്തുകൾക്കും തുടക്കത്തിൽ ബിസ്മിയുണ്ട്. മുസ്ലിം സമുദായം വെറുതെ ഭിന്നിക്കേണ്ടതില്ല. അതേ, ബിസ്മി വേണോ വേണ്ടേ? ഫാത്തിഹയുടെ തുടക്കത്തിൽ ബിസ്മി ഓതണോ വേണ്ടേ? എന്തിന് തർക്കിക്കണം? മുസ്ഹഫ് തുറന്നു നോക്കിയാൽ പ്രശ്നം തീരൂലേ? മുസ്ഹഫിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ തന്നെ പ്രശ്നം തീരൂലേ? അപ്പൊ സുഹൃത്തുക്കളെ, അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഏറ്റവും വലിയ തെളിവ് തന്നെ. മുസ്ഹഫിൽ ഫാത്തിഹയുടെ തുടക്കത്തിലും സർവ്വ സൂറത്തിന്റെ തുടക്കത്തിലും ബിസ്മിയുണ്ട്. അതുകൊണ്ട് ബിസ്മി ഓതേണ്ടതുണ്ട്. അത് ഞാൻ ഇവിടെ ഓതുന്നു. ബിസ്മിയുടെ തഫ്സീർ ഇവിടെ പറയുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒറ്റ ആയത്ത് ഞാൻ ഒരു ദിവസം പ്രസംഗിച്ച സീഡിയുണ്ട്. അങ്ങനെ ജീവിതത്തിൽ കുറെ സൂറത്തുകൾ പ്രസംഗിച്ച് സീഡിയാക്കി വെച്ചിട്ട് മരിക്കണമെന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. അല്ലാഹു തആല അതിന് കൂടുതൽ തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല ബിസ്മി കൊണ്ട് തുടങ്ങി നമ്മളെ പഠിപ്പിക്കുന്നു സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. അത് കേൾക്കുമ്പോൾ സുന്നത്തുള്ള ഒരു ദിക്റാണ് ഞാൻ പറഞ്ഞത്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്നതിന്റെ ചുരുക്ക സാരം അതിന് 10ഓളം തഫ്സീറുകൾ, 10ഓളം വ്യാഖ്യാനങ്ങൾ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, പരമോന്നതനായ മഹോന്നതനായ അങ്ങയുടെ റബ്ബിന്റെ, അങ്ങയുടെ രക്ഷിതാവിന്റെ, അങ്ങയെ പോറ്റി വളർത്തുന്ന നാഥന്റെ പേരുകൊണ്ട് നിങ്ങൾ പരിശുദ്ധമാക്കുവീൻ എന്നതിന് വേണമെങ്കിൽ ചുരുക്കി നേരെ അർത്ഥം പറയാം. പക്ഷേ സുഹൃത്തുക്കളെ, അതിന് പറഞ്ഞ വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. അതിലൊരൽപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ.
ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കുക, സബ്ബിഹ് എന്ന വാചകം, സബ്ബിഹ് എന്ന വാചകം പരിശുദ്ധമാക്കൂ എന്നാണ് വാക്കിന്റെ നേരെ അർത്ഥം. എന്ന് പറഞ്ഞാലോ, ലോകത്തുള്ള ഒരു സൃഷ്ടികൾക്കുമുള്ള ഒരു ന്യൂനതയും ഒരു വിധത്തിലും ഇല്ലാത്ത പരിശുദ്ധനല്ലേ അല്ലാഹ്. ലോകത്തെ ഏറ്റവും വലിയ മഹാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പക്ഷേ ആ നബി തങ്ങൾ മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു. അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾക്ക് സൃഷ്ടിയാണ് എന്ന ഒരു ന്യൂനതയില്ലേ, ഇല്ലായ്മ ഉണ്ടായതാണ് എന്ന ഒരു ന്യൂനതയില്ലേ. സൃഷ്ടി എന്ന നിലക്ക് സൃഷ്ടാവിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഇല്ലായ്മ മുമ്പ് കാലത്തില്ലായിരുന്നു എന്ന ഒരു കുറവില്ലേ. അല്ലാഹുവിന് അങ്ങനെ ഒരു കുറവുണ്ടോ? ഇല്ല. പടച്ചവനുള്ളതിന് തുടക്കമില്ല. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും വലിയ പരിശുദ്ധാത്മാവ്, ഏറ്റവും വലിയ മഹത്വമുള്ള വ്യക്തി. ആ നബി തങ്ങൾക്ക് എന്തുണ്ടോ അതെല്ലാം അല്ലാഹ് കൊടുത്തതല്ലേ, കൊടുത്തിട്ട് കിട്ടിയതല്ലേ. അല്ലാഹുവിന്റേത് ആരെങ്കിലും കൊടുത്തിട്ട് കിട്ടിയതാണോ? അല്ലേ, അല്ല. അവന്റേത് മുഴുവനും സ്വന്തമാണ്. ഉള്ളതിന് തുടക്കമില്ലാത്തവനാണ്. അതേ, ഒരിക്കലും അവസാനം അതാ നാശമില്ലാത്തവനാണ്. ഹുവൽ-അവ്വലു വൽ-ആഖിറു വൽ-ളാഹിറു വൽ-ബാത്തിനു. അല്ലാഹു തആല തുടക്കമില്ലാതെ ഉള്ളവനാണ്. ഞാനുള്ളതിന് തുടക്കമുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം ഉള്ളതിന് തുടക്കമുണ്ട്. ഇതിനധികം ലോകം മുഴുക്ക ഉണ്ടാകാൻ നിമിത്തമായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഉണ്ടായതിന് തുടക്കമുണ്ട്. എന്നാൽ അല്ലാഹു ഉള്ളതിന് തുടക്കമില്ല. ഇങ്ങനെ തുടക്കമില്ലാതെ ഉള്ളവനാണവൻ. ഇതുപോലെ ആർക്കെന്ത് എവിടെ എപ്പോൾ എങ്ങനെയുണ്ടോ അതെല്ലാം അല്ലാഹു കൊടുക്കുന്നതല്ലേ. അവന്റേത് ആരും കൊടുക്കുന്നതല്ല. അവന്റേതൊക്കെ സ്വന്തമായുള്ളതാണ്. അവന്റെ കേൾവി സ്വന്തമാണ്, അവന്റെ കാഴ്ച സ്വന്തമാണ്, അവന്റെ അറിവ് സ്വന്തമാണ്, അവന്റെ കഴിവ് സ്വന്തമാണ്, അവന്റെ ഹയാത്ത് സ്വന്തമാണ്, അവന്റെ എല്ലാം 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 സ്വന്തമാണ്. സുബ്ഹാനഹു ഹുവ വാഹിദുൻ ഫർദുൻ വിത്ർ മുനസ്സഹുൻ അമ്മാ അലാ ബാലിൻ ഖതർ. അതേ, ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരായ ഉസ്താദ് കിടക്കുന്ന പ്രദേശമല്ലേ തലശ്ശേരി. ഉമർ ഖാദി തങ്ങളല്ലേ ചൊല്ലിയത് സുബ്ഹാനഹു ഹുവ വാഹിദുൽ ഫർദുൽ വിത്ർ. പടച്ചവന്റെ പരിശുദ്ധത നാം വാഴ്ത്തുന്നു. അവൻ ഏകനാണ്, അവൻ ഒറ്റക്കാണ്. മുനസ്സഹുൻ അമ്മാ അലാ ബാലിൻ ഖതർ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ചു വരുന്നത് പോലെ ഒന്നുമല്ല അല്ലാഹ്. നിങ്ങളെ മനസ്സിൽ എങ്ങനെ റബ്ബിനെ കുറിച്ച് ഉദിച്ചു വന്നാലും അങ്ങനെ ഒന്നുമല്ല അല്ലാഹ്. അല്ലാഹുവിനെ നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് രൂപപ്പെടുത്താൻ സാധ്യമല്ല. ഞാനത് ഈ അടുത്ത പല പ്രസംഗങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. അല്ലാഹു ആര്, ഇസ്ലാം എന്ത് എന്ന പ്രസംഗത്തിലും തൗഹീദ് അചഞ്ചലമാണ് എന്ന എന്റെ സീഡിയിലും ഇനി ഇറങ്ങാൻ പോകുന്ന മറ്റൊരു സീഡിയുണ്ട്. എന്തിന് കാഫിറാക്കണം, എന്തിന് കാഫിറാക്കണം? മുസ്ലിമീങ്ങൾ പരസ്പരം കാഫിറാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിന് കാഫിറാക്കണം സുഹൃത്തുക്കളെ? ഇതുപോലെ മുസ്ലിമീങ്ങൾ എന്തിന് ഭിന്നിക്കണം? സുന്നത്ത് ജമാഅത്തിൽ പങ്കതാ ജീവിക്കുന്ന സുന്നി മുസ്ലിമീങ്ങൾ എന്തിന് ഭിന്നിക്കണം? വാസ്തവത്തിൽ ഒരു മനുഷ്യരും ഇവിടെ ഭിന്നിക്കേണ്ടതില്ല. മനുഷ്യൻ നന്നാവുകയാണ് ആവശ്യം. അതൊക്കെ ഞാൻ ആ സീഡികളിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കട്ടെ. ഏത് മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ചു വരുന്നതിൽ നിന്നും അല്ലാഹ് പരിശുദ്ധനാണ്.
കുവൈത്തിൽ നിന്ന് ഞാനിത് പ്രസംഗിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞൊക്കെ നമുക്ക് വിശ്വാസം, നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, പക്ഷേ എനിക്കൊരു കാര്യം, ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ ആരെങ്കിലും ഒരാൾ അതെങ്ങനെ പഠിച്ചവനെ സംബന്ധിച്ച് നമ്മളെ മനസ്സിൽ വിളിക്കുന്ന പോലെ ഒന്നും അല്ല, മനസ്സിൽ വിളിച്ച പോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പിന്നെ മനസ്സിൽ കൊലപ്പെടുത്താൻ കഴിയൂല എന്നുള്ളത് തന്നെ അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ മഹത്വം. കാരണം നമ്മളെ മനസ്സ് വളരെ ചെറുതാണ്. ഈ ചെറിയ മനസ്സിൽ ലോകമൊട്ടാകെ സൃഷ്ടിച്ച പടച്ചവനെ ഉൾക്കൊള്ളാൻ കഴിയില്ല, അതുണ്ട് എന്ന് മനസ്സിലാക്കാൻ അപ്പുറം കഴിയൂല. ഏതുപോലെ എനിക്ക് മനസ്സിലാകാൻ ഞാനൊരു ചെറിയ ഉദാഹരണം പറയുന്നു. അള്ളാഹുവിനെ ഉദാഹരിക്കാൻ പാടില്ല, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു വിഷയം ഞാൻ പറയുന്നു. നിങ്ങൾ നോക്കൂ, കരണ്ട് ഉണ്ട് എന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയി കരണ്ട് വെക്കണമെന്ന് നിങ്ങൾ തന്നെ പറയൂലേ? ഓ സഹോദരന്മാരെ, കരണ്ട് ഉണ്ട് എന്നതിന് എന്താണ് തെളിവ്? നിങ്ങൾ ആരെങ്കിലും കരണ്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു, കരണ്ട്